നിങ്ങളൊരു പച്ചക്കറി ബിസിനസ് നടത്തുന്ന ആളാണെന്ന് കരുതുക. എല്ലാ ദിവസവും രാവിലെ പച്ചക്കറി വാങ്ങി നിങ്ങൾ വിൽക്കുന്നു. എന്നാൽ മാസാവസാനം നിങ്ങളുടെ കയ്യിൽ പണമൊന്നും ബാക്കിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നിങ്ങൾക്കില്ല. ഇനി എന്താണ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിലേക്കും പുറത്തേക്കും പണം എങ്ങനെ ഒഴുകുന്നു എന്ന് ട്രാക്ക് ചെയ്യാനും വിശകലനം ചെയ്യാനും മികച്ച രീതിയിൽ നിയന്ത്രിക്കാനുമുള്ള പ്രക്രിയയാണ് ക്യാഷ് ഫ്ലോ. എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്? നിങ്ങളുടെ ബിസിനസ് ലാഭകരമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ വിതരണക്കാരന് പണം കൊടുക്കാനും കടവാടക അടയ്ക്കാനും തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനും ബുദ്ധിമുട്ടാകും. ഇതാണ് ചെറുകിട ബിസിനസ്സുകൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. ഇനി ക്യാഷ് ഫ്ലോ എവിടെയെല്ലാം ഉപയോഗിക്കാമെന്ന് നോക്കാം. ചെറുകിട സ്ഥാപനങ്ങൾ, വലിയ കോർപ്പറേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം നമുക്ക് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ക്യാഷ് ഫ്ലോ ഇനി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ദിവസേന നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിരീക്ഷിക്കുക. എത്ര വരുമാനമുണ്ടെന്നും എത്ര ചിലവാകുന്നുവെന്നും നിങ്ങൾ കണക്ക് കൂട്ടുക. പ്രതീക്ഷിക്കാതെ വരുന്ന ചില ചിലവുകൾക്കായി കുറച്ച് പണം മാറ്റിവെക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായ അത്യാവശ്യ ചിലവുകൾ മാത്രം ചെയ്യുക. ശരിയായ ഒരു ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ലാഭകരമായി പോകുന്ന ബിസിനസ്സും പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കൂ, നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.